ടർക്കിക്കോഴിയുടെ അവസ്ഥ കണ്ട. എൻ്റെ പിന്നെ ഫുഡൊന്നും കഴിക്കാൻ പറ്റണേ ഇല്ല. കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ, കഴിക്കാൻ പറ്റില്ല. ഹാപ്പി താങ്ക്സ് ഗിവിങ്. നിങ്ങൾ വിചാരിക്കണ്ടാവൂലേ പെണ്ണിത് എന്തായി പറയണേന്ന്. ഇന്ന് അമേരിക്കയിൽ ഒരു സ്പെഷ്യൽ ഡേ ആണ്, താങ്ക്സ് ഗിവിങ്. ഇവിടെ എല്ലാം ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഓരോ ഡേകളാണ്. കഴിഞ്ഞ അവിടെ നമ്മൾ ഹലോവീൻ കണ്ടായിരുന്നല്ലേ, അപ്പോൾ ഇന്ന് താങ്ക്സ് ഗിവിങ്. ഇവിടെ സ്കൂളൊക്കെ അവധിയാണ്, ഭയങ്കര ഒരു ആഘോഷമാണ്. കൂടുതൽ അതിനെക്കുറിച്ച് പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ദിവസം ഇവർ പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറുക, എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഫുഡുകളൊക്കെ കഴിക്കുക. ഫുഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ടർക്കി കോഴി, അതാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ടർക്കി കോഴികൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കണ കാണാം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിക്കലാണ് ഇവരുടെ പ്രധാന ഒരു ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിന്ന് ഈ താങ്ക്സ് ഗിവിങ് ആയിട്ട് പുറത്ത് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. സ്പെഷ്യൽ ലഞ്ചാണ് കേട്ടോ. അപ്പോൾ അവിടെ ടർക്കി കോഴി ഉണ്ടാവും, പിന്നെ അത്യാവശ്യം വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ദിവസമൊക്കെ ഇങ്ങനെ കേൾക്കണതും കാണണതും ഒക്കെ. ടർക്കി കോഴിയൊക്കെ ഇവർ സ്പെഷ്യലായിട്ട് കഴിക്കാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക അല്ലേ ഇന്നത്തെ ദിവസം. എന്തായാലും നമുക്ക് പോയി നോക്കാം അല്ലേ എന്തൊക്കെയാണ് അവിടെ ഫുഡൊക്കെ ഉള്ളതെന്നുള്ളത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. നമ്മളിവിടെ അടുത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് പോണത്. നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും റെസ്റ്റോറൻറ്റിലൊക്കെ ഈ ഒരു ദിവസമായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 12:30. നമ്മളിവിടെ അടുത്ത് തന്നെ ഉള്ളൊരു എഡിസൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. കൂടുതലും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പോണ വഴിക്ക് പറയാം കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പും ചെറുതായിട്ടൊരു മഴയും ഉള്ളൊരു കാലാവസ്ഥയായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ അവധി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക റെസ്റ്റോറൻറ്റിൽ പോവുക, ഫുഡ് അടിക്കുക, കറങ്ങി നടക്കുക, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് ചുറ്റിനും കാണാൻ കഴിയുന്നുണ്ടായിരുന്നത്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ മൊത്തം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കൂടുതലൊന്നും പകർത്തണില്ല. അങ്ങനെ നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിലെത്തി. അവിടെ ചെന്നപ്പോഴത്തേനും നല്ല തിരക്കായിരുന്നേ. ഇത് കണ്ടില്ലേ എന്തൊരു തിരക്കാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇറങ്ങി. ഇതൊരു പാകിസ്ഥാനി റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പാകിസ്ഥാനികളെയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അവിടെ വന്നത്. അല്ലാതെ പെട്ടെന്നൊന്നും വന്നു കഴിഞ്ഞാൽ സീറ്റും ഇതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ടർക്കി കോഴിയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇതൊക്കെ ആളുകൾ ഇങ്ങനെ എടുത്തെടുത്ത് പിച്ചി ചീന്തി വെച്ചേക്കണാണ് ആ കാണുന്നത്. ഇതും അതുപോലെ തന്നെ ടർക്കി കോഴിയുടെ തന്നെ വേറൊരു ഫ്ലേവറിലുള്ള ഒരു ഡിഷാണ്. നല്ല രസമുണ്ടല്ലോ അതിങ്ങനെ ഉണ്ടാക്കി അത് പ്രസൻറ്റ് ചെയ്ത് വെച്ചേക്കണ കാണാനായിട്ട്. കണ്ടിട്ട് തന്നെ കൊതി വരുന്നുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരുപാട് ഇങ്ങനെ ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഇത് ഫുള്ള് സാലഡിൻ്റെ സെക്ഷനാണ്. ബൊഫേ ഫുഡാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നേ. പാത്തു ഫസ്റ്റ് തന്നെ ടർക്കി കോഴിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സാധാ കോഴിയുടെ അതേ ടേസ്റ്റൊക്കെ തന്നെയാണ്, വ്യത്യാസമായിട്ടൊന്നും എനിക്കും തോന്നിയില്ല. സാലഡിൻ്റെ പല പല ഫ്ലേവറുകൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പ്രസൻറ്റ് ചെയ്തേക്കണ കാണാനാണ് കേട്ടോ ഏറ്റവും രസം. ഇത് ബീഫാണ്. ബീഫിൻ്റെ ഒരു ബാർബിക്യൂ മോഡലാണ് കേട്ടോ ഇത്. ഇതിൻ്റെ അകമൊക്കെ കാണുമ്പോൾ വേവാത്ത പോലെയൊക്കെ ഇരിക്കും, പക്ഷേ ഇത് ഫുള്ള് വെന്തിട്ടുണ്ട്. കൂടെ പൊട്ടറ്റോയൊക്കെ ഇട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട്. ഇത് സാൽമൺ ഫിഷാണ്. ഇങ്ങനെ മൊത്തത്തിലായിട്ട് ഇങ്ങനെ സാൽമൺ ഫിഷ് ഇങ്ങനെ ബാർബിക്യൂ പോലെ ചെയ്തേക്കാണ്. അതിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ സാലഡൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പക്ഷേ ഇതൊന്നും ഞാൻ തൊട്ട് നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ എല്ലാം കൂടി കണ്ടിട്ടേ ആകെ ഒരു കൺഫ്യൂഷനും നമുക്ക് ഏതാ എടുക്കേണ്ടതെന്നൊരു വെപ്രാളമൊക്കെ ആയിരുന്നു. ഇത് ചായയുടെ സെക്ഷനാണ്. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഈ ഷുഗർ സാധനങ്ങൾ ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നാണ് ഫുഡിൻ്റെ ഐറ്റംസുകൾ മെയിനായിട്ട് തുടങ്ങുക. ഇത് ഫുള്ള് നാനൊക്കെയാണ്. പല വെറൈറ്റി നാനുകളൊക്കെ ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇത് കണ്ടില്ലേ, എനിക്ക് പേര് പോലും അറിയില്ല. അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എങ്കിലും എനിക്ക് പേര് ഇപ്പോൾ ഒട്ടും ഓർമ്മയില്ല കേട്ടോ. ഇത് മട്ടൻ്റെ ഒരു ഡിഷാണ്. മട്ടൻ്റെ എല്ലുകൾ മാത്രമായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ടല്ലോ ഇതൊക്കെ കാണാനായിട്ട്. ഇതും അതുമാതിരി തന്നെ കൂടുതലും മട്ടൻ്റെ ഡിഷുകളാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതൊരു ബീഫിൻ്റെ കറിയാണ്.
നല്ല രസമുണ്ടല്ലേ, കണ്ടിട്ട് തന്നെ കൊതിയാവണില്ലേ. ഇവിടെ നിന്നാണ് കേട്ടോ ചിക്കൻ്റെ ഡിഷ് തുടങ്ങണത്. ഇത് ഹരിയാനി ചിക്കൻ എന്നും പറഞ്ഞിട്ടുള്ളൊരു ഡിഷാണ്, ഗ്രീൻ കളറിലായിട്ട് പുതിനയിലേക്ക് അരച്ച് ചേർത്തതായിരിക്കും. ഇതും ഒരു കബാബ് പോലത്തെ ഒരു ചിക്കനാണ്, സാലഡൊക്കെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബട്ടർ ചിക്കൻ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സെയിം ഡിഷൊക്കെ തന്നെയാണ്. എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്, അവരുടേതായ രീതിയിൽ ചെയ്തേക്കണമെന്ന് മാത്രം. ഇതൊരു മട്ടൻ്റെ കറിയാണ്. ഇതും അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ നഗറ്റ്സും അത്രയായിരുന്നു കേട്ടോ ഈ ഒരു സെക്ഷൻ. ഇങ്ങനെ നീളത്തിലുണ്ടായിരുന്നേ, മൊത്തത്തിൽ തിരക്കായതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, എങ്കിലും ഞാൻ പരമാവധി എടുത്തിട്ടുണ്ട്. ഇത് ബീഫിൻ്റെ ഒരു കട്ട്ലേറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടോ, എനിക്ക് തോന്നിയത് ബർഗറിൻ്റെ ഉള്ളിൽ നോക്കണ ആ ഒരു ഇതില്ല, അതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് ചിക്കൻ ബിരിയാണി. ഇവിടെ തുടങ്ങി ഫുൾ വെജിറ്റബിൾ കറികളാണ്. ഇത് പനീറിൻ്റെ കറിയാണ്. അതിനുശേഷം ഇത് നോക്കിക്കേണ്ട, ഇത് നാനും ചപ്പാത്തിയൊക്കെയാണ്. നാനല്ല കേട്ടോ, പൂരിയും ചപ്പാത്തിയും നല്ല ചൂടോടുകൂടി ഇങ്ങനെ ചുട്ട് വെച്ചേക്കണതാണ് ഞാൻ കാണുന്നത്. ഇത് കടലക്കറിയും അതുപോലെ തന്നെ പൊട്ടറ്റോ കറിയാണ് ഈ കാണുന്നത്. ഇത് ഇവിടെയൊക്കെ ഫുള്ള് വെജിറ്റബിളാണ് കേട്ടോ. പിന്നെ ഇതും ഒരു സ്വീറ്റ്സാണ്. അങ്ങനെ മൊത്തത്തിൽ ഇത്രയാണ് കേട്ടോ ഈ ഒരു സെക്ഷനിലായിട്ട് ഫുഡ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ആളുകൾ വന്ന് ഇങ്ങനെ മത്സരിച്ച മാതിരിയാണ് കേട്ടോ ഇങ്ങനെ ഫുഡുകൾ എടുക്കണത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ വന്ന പാടെ തന്നെ ഫുൾ വീഡിയോ എടുക്കുമായിരുന്നു. ഇവിടെ സൂപ്പിൻ്റെ സെക്ഷനാണ്, ചിക്കൻ സൂപ്പായിരുന്നു. അതിനോട് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് കുറേ സോസും അതും ഇതൊക്കെ അവിടെ ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വീഡിയോ എടുക്കാമെന്നല്ലാതെ ഇതൊന്നും കഴിക്കാനുള്ള ഒരു വിശപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ ഫുള്ള് ചാട്ടുകളൊക്കെയാണ് കേട്ടോ. ഇത് പപ്പടി ചാട്ടാണ് ഈ കാണുന്നത്. അതിങ്ങനെ പ്രസൻറ്റ് ചെയ്ത് വെച്ചേക്കണാണെന്ന് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, കടലയൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണ പോലെ തന്നെ. ഇത് സമൂസയുടെ ആ ഷേപ്പൊക്കെ കണ്ടില്ലേ. ഇത് മറ്റേ പൊട്ടറ്റോ സ്മാഷ് ചെയ്തതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, ആളുകൾ വന്നതൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് പാസ്തയാണ്. ഇത് ഫുള്ള് വെജിറ്റബിളിൻ്റെ ഒരു സെക്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. ഇതിങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സവാള ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ബ്രൗൺ കളറിൽ മുരിച്ചൊക്കെ വെക്കൂലേ, അതാണ് കേട്ടോ ഇത് പുതിനയിലെ ചട്നി. പിന്നെ അതിനോട് ചേർന്ന് തന്നെ കുറേ എന്തൊക്കെയോ സാധനങ്ങൾ, എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അത്ര ഓർമ്മയില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വായിക്കാൻ പറ്റാത്ത മോഡലിലൊക്കെയാണ് കേട്ടോ പേരുകളൊക്കെ കാണുന്നുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം ഇങ്ങനെ കുറേ പൊടികളും സാധനങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതും വെജിറ്റബിൾ റൈസാണ്. ഇത് ബിരിയാണി റൈസ് പോലെയൊക്കെ ഇരിപ്പുണ്ടല്ലോ, പക്ഷേ വെജിറ്റബിൾ റൈസാണ് കേട്ടോ ഇത്. വെജിറ്റബിളുകാരും ഇവിടെ വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. വെജിറ്റബിളിൻ്റെ ഒരുപാട് ഡിഷസുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ അതേ കോണുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത് ഫുഡായിട്ട്. നല്ല തിരക്കും നല്ല ആളുകൾ ഇങ്ങനെ പിന്നെയും നോൺ സ്റ്റോപ്പായിട്ട് എടുത്തുകൊണ്ടിരിക്കണതൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ ആളില്ലാത്തതൊക്കെ നോക്കി വേഗം വന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് എന്താ പറയുക, സ്വീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കുറേ പുഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഗുലാം ജാമൊക്കെ വെച്ചേക്കണത്. ഇത് ഫസ്റ്റ് തന്നെ അലുവയാണ് കേട്ടോ. ഇത് എന്താ അലുവയെന്ന് ചോദിച്ചാൽ എനിക്ക് പേര് ഓർമ്മയില്ല. പിന്നെ ഇത് ഗുലാം ജാമ്, ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ കാണാനാണ് കേട്ടോ കൂടുതൽ ഭംഗി. ഇവിടെ ഒരു പ്രത്യേക കളറിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് അവരത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് മൊത്തം സ്വീറ്റ്സാണ് കേട്ടോ, പല ടൈപ്പ് ഇങ്ങനെ പേടകളും അതും ഇതൊക്കെ ആയിട്ട് അതിൻ്റെ ഓരോന്നിനും ഓരോരോ കളറുകളാണ് കേട്ടോ. അതാണ് കേട്ടോ ഏറ്റവും രസം. നല്ല രസമുണ്ടല്ലേ അതൊക്കെ കാണാൻ. ജിലേബിയൊക്കെ ഇരിക്കണ കണ്ടില്ലേ, നല്ല രസമാണ്. പക്ഷേ ഇതൊന്നും ഞാൻ തൊട്ട് നോക്കിയിട്ടേ ഇല്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കൽ മാത്രമേ ഉള്ളൂ. ഇതെന്തോ ഒരു പ്രത്യേകതരം പായസം ഉണ്ടോ, അതെന്തോ പായസമൊന്നും എനിക്കറിയില്ല. ഇതിങ്ങനെ ഫുള്ള് ഫ്രൂട്ട്സുകൾ ഇങ്ങനെ പല ടൈപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഓരോരോ പുഡിങ്ങുകളാണ്. അങ്ങനെ എല്ലാം പ്രസൻറ്റ് ചെയ്ത് വെച്ചേക്കണ കാണാനാണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗി. ഇതിൻ്റെ ഒന്നിൻ്റെ പേരെടുത്തെടുത്തൊന്നും ഞാൻ പറയണില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും കുറേ കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. കപ്പ് കേക്ക് കണ്ടില്ലേ, കുറേ കേക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ അതേ പല കളറിലെ പേടകളും അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ. ഇത് ഫുള്ള് പുഡിങ്ങുകളാണ്, ക്യാരമൽ പുഡിങ്, പിന്നെ ഇത് വേറെ ഒരു ടൈപ്പ് പുഡിങ്, അങ്ങനെ പല ടൈപ്പ് പുഡിങ്ങുകളാണ് ഈ സെക്ഷനിൽ വരുമ്പോൾ. ഇത് കേക്കാണ്. ഇത് എടുത്തിട്ടും തീരണേ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഡിഷുകൾ ഉണ്ടായിരുന്നു കേട്ടോ, പല കളറിലായിട്ട് നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. ഇതൊക്കെ ഇങ്ങനെ വെച്ചേക്കണത് എന്ത് രസമാണല്ലേ കാണാനായിട്ട്, പല കളറിലായിട്ട്
ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു പ്രത്യേക ലുക്കല്ലേ. ഇത് ഐസ്ക്രീമാണ് കേട്ടോ, മാംഗോ ഫ്ലേവറിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ഫുഡുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എങ്കിലും കുറേ ഫുഡുകൾ വേറെയും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ടർക്കി കോഴിയുടെ മൊത്തത്തിലുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഇത് എടുക്കാൻ പറ്റണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതേ ഞാൻ വീണ്ടും ചായയുടെ സെക്ഷനിൽ വന്നിട്ടുണ്ട്. ഇവിടെ ചൂടുവെള്ളവും കിട്ടും, അതുകൂടാതെ സാധാ ചായ കിട്ടും. ഇത് കണ്ടില്ലേ, ഇതാണ് കാശ്മീരി ടീ. ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ടീ ആണ്. പക്ഷേ എങ്കിൽ എനിക്ക് അത്ര വലിയ ടേസ്റ്റായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ നമ്മളും കുറേ ഫുഡുകളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ വെറുതെ എടുക്കണം കേട്ടോ. ഇതൊക്കെ നമുക്ക് കുറച്ച് വായിലേക്ക് വെക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവും. വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോക്ക്, മെറിൻഡ അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ, ലസ്സി, അങ്ങനെ ഡ്രിങ്ക്സ് ഐറ്റംസുകൾ വേറെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതൊക്കെ അവരവിടെ അങ്ങനെ വച്ചിട്ടില്ല. നമ്മൾ ചോദിക്കുമ്പോൾ മാത്രമാണ് അവർ തരുള്ളൂ. എന്തായാലും ഞങ്ങൾ ഫുഡുകളൊക്കെ കുറച്ചൊക്കെ കഴിച്ചായിരുന്നു. ഞാൻ ഇതൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പൂരി എടുത്തു. പിന്നെ അതുപോലെ തന്നെ മട്ടൻ്റെ ആ എല്ലൊക്കെ വെച്ചിട്ടുള്ളൊരു കറി ഉണ്ടായിരുന്നത്. ഇത് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെയാണോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് തന്നെയല്ല കേട്ടോ, മൊത്തത്തിൽ എല്ലാ കറികളും കുഴപ്പമില്ല കേട്ടോ. ഡിഷുകളൊക്കെ പാകിസ്ഥാനി ഡിഷുകളാണെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാത്രമല്ല എന്ത് തിരക്കാണെന്ന് പറഞ്ഞു. റെസ്റ്റോറൻറ്റിൽ മൊത്തത്തിൽ പാകിസ്ഥാനികളെ ഉണ്ടോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ടർക്കിക്കോഴിയുടെ അവസ്ഥ ഉണ്ടോ? ഇതാ പിന്നെ ഫുഡൊന്നും കഴിക്കാൻ പറ്റണേ ഇല്ല. കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, കഴിക്കാൻ പറ്റില്ല. പുഡിങ് എനിക്ക് ഒരു പുഡിങ് മാത്രമേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏത് പുഡിങ് ആയിരുന്നു? ക്യാരമൽ പുഡിങ് അടിപൊളിയായിരുന്നു. നമ്മളങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ മൊത്തം പാകിസ്ഥാനികളെ ഉണ്ടോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ നാട്ടിൽ ഇത്രയും പാകിസ്ഥാനികളുണ്ടോ എന്ന് പോലും നമ്മൾ അതിശയിച്ചു പോയിട്ടോ. അതിന് മാത്രം എല്ലാം ഫാമിലി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ ഒരുപാട് നേരം നിന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോരുന്ന വഴിയിൽ ഇതുമാതിരി ഇങ്ങനെ ജീരക മിഠായിയും ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ഫുഡ് ഡേയൊക്കെ കഴിഞ്ഞു. ഇനി പോകാൻ നിൽക്കും കേട്ടോ. എന്തോരം ഫുഡായിരുന്നു നിങ്ങൾ കണ്ടില്ലേ. ഒന്നും കഴിക്കാൻ പറ്റണില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കാണുന്ന പോലെയൊന്നുമല്ല. നമ്മൾ ആ ഫുഡിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇത് അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വയറ് ഫുള്ളായി പോവുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല ഫുഡായിരുന്നു. കൂടുതലും ഈ പാകിസ്ഥാനി ഫുഡുകളൊക്കെ ആയിരുന്നു പറഞ്ഞു. മട്ടനൊക്കെ എന്ത് ടേസ്റ്റായിരുന്നു. മട്ടൻ്റെ ഈ കാലുകൾ മാത്രമുള്ള ഒരു ഡിഷൊക്കെ ഉണ്ടായിരുന്നു. ഇത് അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ കൂടുതലും പൂരിയും ആ മട്ടൻ്റെ കറിയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം കൂടി കണ്ടിട്ടേ ആകെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഗിവിങ്ങിനെ കുറിച്ച് ആർക്കെങ്കിലൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അമേരിക്കയിലെ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ, പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഞാൻ ബൈ ബൈ പറഞ്ഞെങ്കിലും വീഡിയോ അവസാനിപ്പിക്കുന്നില്ല. കാരണം വെച്ചാൽ പോണ വഴിക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ വിൻ്റർ സീസൺ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മരങ്ങളിലെ ഇലകളെല്ലാം തന്നെ കൊഴിഞ്ഞ് ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയുണ്ടോ. അപ്പോൾ എനിക്ക് എന്താ പറയുക, കുറേ വീഡിയോസ് ഈ വിൻ്റർ വരുന്നതിന് മുമ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങളാരും ചോദിച്ചേക്കല്ലോ കേട്ടോ, ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയിൽ ഇതെങ്ങനെ മരങ്ങളിലൊക്കെ ഇലകൾ വന്നു എന്നുള്ളൊരു ചോദ്യമൊന്നും ആരും ചോദിക്കരുത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയണത്. ഇപ്പോഴത്തെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഫുള്ള് തണുപ്പൊക്കെയാണ്. ഇനിയിപ്പോൾ എപ്പോഴാണാവോ മഞ്ഞ് വരുന്നത്. അപ്പോൾ മഞ്ഞിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അമേരിക്കയിൽ പല പല ഭാഗങ്ങളിലായിട്ട് മഞ്ഞുകളൊക്കെ പെയ്തിട്ടുണ്ട്. ന്യൂജേഴ്സിയിൽ മാത്രം എത്തിയിട്ടില്ല. ഇന്നോ നാളെയെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ ഒരു സമയമാണിത്. അപ്പോൾ മരങ്ങളൊക്കെ ഇതേമാതിരത്തെ ഇലകളെല്ലാം കൊഴിഞ്ഞ്
എന്താ പറയുക, മുടിയില്ലാത്ത തലയില്ലേ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഇവിടുത്തെ എല്ലാ മരങ്ങളും. അപ്പം ഞാൻ ഈ വിൻ്ററും എന്നേനും മുമ്പ് കുറച്ച് നല്ല നല്ല കാഴ്ച വീഡിയോസുകളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അടുത്ത തവണ നമുക്ക് ഇനിയുള്ള വീഡിയോകളൊക്കെ അതൊക്കെ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ പോകുന്ന വഴിയിൽ ഇങ്ങനെ കണ്ടപ്പോഴേ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ അതാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ നിർത്താതിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ നീട്ടി കൊണ്ടുപോകുന്നില്ല. ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ പറയണേ, എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.